നവോത്ഥാന മൂല്യങ്ങളെക്കുറിച്ചും സ്ത്രീ സുരക്ഷയെക്കുറിച്ചും വാചാലമാകുന്ന പിണറായി സർക്കാർ പ്രായോഗിക തലത്തിൽ ഇരട്ടത്താപ്പിന്റെ മുഖമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അധികാരത്തിന്റെ തണലിൽ സ്ത്രീ വിരുദ്ധതയ്ക്ക് കുടപിടിക്കുകയാണെന്ന ആക്ഷേപം വളരെ കാലം മുൻപ് തന്നെ കേട്ടിരുന്നതുമാണ്. ഇപ്പോഴാകട്ടെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ നാടകീയ സംഭവങ്ങളും അതിൽ മുഖ്യമന്ത്രി പുലർത്തുന്ന കുറ്റകരമായ മൗനവുമാണ് ഈ ഇരട്ടത്താപ്പിനെ വീണ്ടും പൊതുമധ്യത്തിൽ തുറന്നുകാട്ടുന്നത്. മന്ത്രി KB ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട ഉയർന്ന പുതിയ വിവാദങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രാഷ്ട്രീയ പകപോക്കലുകളും ഒരേ സമയം വിശകലനം ചെയ്യുമ്പോൾ സർക്കാരിന്റെ സ്ത്രീപക്ഷവാദങ്ങൾ വെറും രാഷ്ട്രീയ നാടകമെന്ന് വ്യക്തമാവുകയാണ്. ഗണേഷ് കുമാറിനെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യയിൽ നിന്നുണ്ടായ ഗുരുതരമായ ആരോപണങ്ങൾ കേരളത്തെ ഞെട്ടിക്കുന്നതാണ്. വീടിനുള്ളിൽ വെച്ച് ഭർത്താവിനെ മറ്റൊരു സ്ത്രീയോടൊപ്പം കണ്ടുവെന്നും അത് ചോദ്യം ചെയ്തപ്പോൾ ആക്രമിക്കപ്പെട്ടുവെന്നും ഒരു സ്ത്രീ 112 വിളിച്ച് കരഞ്ഞു പറഞ്ഞിട്ടും നടപടിയെടുക്കാതെ മടങ്ങിയ കേരള പോലീസ് ആർക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയാണ് ഈ അനീതി നടക്കുന്നത്. അധികാരത്തിന്റെ ഹുങ്കിൽ വേട്ടക്കാരനെ സംരക്ഷിക്കാൻ പോലീസിനെ ഉപയോഗിക്കുന്ന സർക്കാർ നടപടി ലജ്ജാകരമാണ്. മുൻപ് UDF കാലത്ത് സമാനമായ പരാതി ഉയർന്നപ്പോൾ രാജിവെക്കേണ്ടി വന്ന ഗണേഷ് കുമാറിനെ ഇന്ന് ഇടതുമുന്നണി സംരക്ഷിക്കുന്നത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി സ്ത്രീപക്ഷ നിലപാടുകൾ ബലികഴിക്കുന്നതിന്റെ തെളിവാണ്. എന്നാൽ മറുഭാഗത്ത് രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്താൻ ഇതേ പോലീസ് കാണിക്കുന്ന ശുഷ്കാന്തിയും നിയമത്തിന്റെ ഇരട്ട നീതിയും അത്ഭുതപ്പെടുത്തുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിസ്സാര കാര്യങ്ങളിൽ പോലും കേസെടുക്കാനും വേട്ടയാടാനും കാണിക്കുന്ന ആവേശം സ്വന്തം മന്ത്രിസഭയിലെ അംഗത്തിനെതിരെ ഉയരുന്ന ഗുരുതരമായ സ്ത്രീവിരുദ്ധ പരാതികളിൽ കാണുന്നേയില്ല. അധികാരത്തണലിൽ നിൽക്കുന്നവർക്ക് ഒരു നീതിയും പ്രതിപക്ഷത്തിന് മറ്റൊരു നീതിയുമെന്ന മുഖ്യമന്ത്രിയുടെ ശൈലി ജനാധിപത്യത്തിന് തന്നെ വെല്ലുവിളിയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വർഷങ്ങളോളം പൂഴ്ത്തിവെച്ചതും പാർട്ടി നേതാക്കൾക്കെതിരെ പരാതി വരുമ്പോൾ പാർട്ടി കോടതികൾ വിധി പറയുന്നതും നാം കണ്ടതാണ്. വനിതാ മതിൽ പണിതത് വേട്ടക്കാരെ സംരക്ഷിക്കാനുള്ള മതിൽക്കെട്ടായിരുന്നോ എന്ന് പൊതുസമൂഹം ചോദിക്കുന്നുമുണ്ട്. സൈബർ ഇടങ്ങളിൽ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന സ്വന്തം സൈബർ പോരാളികൾക്കെതിരെ നടപടിയെടുക്കാത്ത സർക്കാർ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പ്രസംഗിക്കുന്നത് പരിഹാസ്യവുമാണ്. ഈ ഇരട്ടത്താപ്പുകൾ പ്രബുദ്ധരായ കേരള ജനത തിരിച്ചറിയുന്നുമുണ്ട്. അധികാരത്തിനു വേണ്ടി ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് തുടർന്നാൽ ചരിത്രം നിങ്ങളെ സ്ത്രീ വിരുദ്ധരുടെ സംരക്ഷകർ എന്ന് മാത്രമേ അടയാളപ്പെടുത്തൂ. ഈ വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മൗനത്തിന് വരും ദിവസങ്ങളിൽ ജനകീയ വിചാരണ നേരിടാൻ തയ്യാറാകേണ്ടി വരും. Like, share, subscribe.